അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹി. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആരക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഇന്ന് അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നാമൊക്കെ നിലകൊള്ളുന്നത് ഏറ്റവും ഉത്തമമായൊരു മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായൊരു മാസം, ഒരുപാട് ഹാജിമാരുടെ ഹജ്ജുമമാരുടെ സ്വപ്ന പൂങ്കാവനത്തിന് പകർട്ടേകുന്ന ഏറ്റവും വലിയ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന മാസമാണ് ദുൽഹിജ്ജ മാസം. ഒരു വർഷത്തിന്റെ പര്യവസാനം കൂടിയാണ്. ഒരുപാട് ആത്മനിർവൃതിയുടെ മാസമാണ് ദുൽഹിജ്ജ മാസം. അള്ളാഹു ഹജ്ജ് നിർവഹിക്കാൻ ഭാഗ്യം തരട്ടെ, ഉംറയ്ക്ക് പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ദിക്റുകളുടെ, ദുആകളുടെ, സ്വലാത്തുകളുടെ, അങ്ങനെ തുടങ്ങിയ സൽപ്രവർത്തനങ്ങളുടെ സൽപാന്താവിലേക്ക് നമുക്ക് നയിക്കേണ്ട, ജീവിതത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ അധികരിപ്പിക്കേണ്ട ഏറ്റവും പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ 10 ദിനരാത്രങ്ങൾ. അത് കഴിഞ്ഞാൽ അയ്യാമു തശ്രീഖിന്റെ 3 ദിനരാത്രങ്ങൾ, അത് കഴിഞ്ഞാൽ ആ ദുൽഹിജ്ജ മാസം മുഴുവൻ. അങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുന്ന ദിനരാത്രങ്ങളും നിമിഷങ്ങളുമാണ് നമ്മിലേക്ക് സമാഗതമാകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഹാജിമാർ, ഹജ്ജുമ്മമാർ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി പരിശുദ്ധമായ ഹറമിൽ അവർ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുസല്ലയിൽ, നമ്മുടെ പള്ളിച്ചകങ്ങളിൽ, നമ്മുടെ കൽബകങ്ങളിൽ ആ ഒരു ഹജ്ജുമായി ബന്ധമുണ്ടാകണം. ആ ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ പാപങ്ങൾ പൊറുക്കുമ്പോൾ നമ്മുടെയും പാപങ്ങൾ പുറത്തു കിട്ടാൻ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇന്ന് ഇൻഷാ നമ്മൾ പഠിക്കുന്നത് ഒരു അത്ഭുതത്തിന്റെ ദിക്റാണ്, ഒരു അത്ഭുത ദിക്റാണ്. അത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്ന ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിനരാത്രങ്ങളിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ ചൊല്ലിക്കോളി. പാപം അല്ലാഹു പൊറുക്കുകയല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ ഹദീസുകൾ കാണാം. മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറയാൻ പോകുന്ന ദിക്ർ ആരെങ്കിലും ഒരു വട്ടം ചൊല്ലിയാൽ, അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു വട്ടം ചൊല്ലിയ കൽബിൽ ഉറപ്പിച്ച് ചൊല്ലാണ്. വെറുതെ ചൊല്ലിയാ പോരെ. നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെയല്ല. കൽബിൽ ഉറപ്പിച്ചൊരു മനുഷ്യൻ ചൊല്ലി അന്ന് മഗ്രിബിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലല്ലാതെ ഇരിക്കൂല, പ്രവേശിക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നെന്ത് വേണം? രാവിലെ ചൊല്ലി സ്വർഗത്തിൽ അവൻ ഉറപ്പാണ്. ഇനി മഗ്രിബ് കഴിഞ്ഞ് ചൊല്ലി രാത്രി മരിച്ചു, സുബഹിക്കുമ്പ് മരണപ്പെട്ടു, ഉറപ്പിച്ചോ സ്വർഗം കണ്ടിട്ടല്ലാതെ, സ്വർഗീയ ഇടം കണ്ടിട്ടല്ലാതെ, സ്വർഗീയ സ്ഥാനം കിട്ടിയിട്ടല്ലാതെ അവൻ മരണപ്പെടില്ല. സ്വർഗം വേണോ? അത്ഭുതത്തിന്റെ ദിക്ർ പഠിച്ചു വെച്ചോളൂ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഉപകാരപ്പെടുത്തിക്കോളി. അള്ളാഹു കബൂലാക്കട്ടെ. ഒന്നാമത്, സ്വർഗം കണ്ട് മരിക്കാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. 2, നമ്മുടെ പാപങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും ഇതിങ്ങനെ ചൊല്ലി നമ്മൾ അള്ളാഹു പാപമോചനം നിർബന്ധമാക്കും. പാപസുരക്ഷിതനായി ഉമ്മ പ്രസവിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുപോലെ മരണപ്പെടാൻ കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. 3, നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് മാനസിക പ്രശ്നം, ഡിപ്രഷൻ അല്ലേ? ആ മാനസിക സംഘർഷങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, മാനസിക പ്രതിസന്ധികളൊക്കെ മാറാൻ ഈ ദിക്ർ മതിയാകുന്നതാണ്. ഡിപ്രഷനുകളൊക്കെ പോകാൻ ഇതിങ്ങനെ അധികമാക്കിക്കോ. പയ്യെ റിലാക്സ് ആകുന്ന നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുക. അതുപോലെ 4-മത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കണം, പെട്ടുപോകുന്ന ഇടങ്ങേറുകൾ എന്ന് പറഞ്ഞാൽ കടം അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളക്കേസുകൾ, അല്ലെങ്കിൽ പോലീസ് കേസുകൾ. ഒന്നുമില്ല, കള്ളക്കേസാണ് അല്ലേ? ഇന്ന് ആരെങ്കിലും കൊണ്ട് വെറുതെ കേസ് കൊടുത്താൽ മതി, അപ്പോഴേ തൂക്കിയെടുത്ത് അകത്തിടാണ്. അതാണ് നിയമങ്ങൾ. അതിലേക്കൊന്നും കിടക്കണില്ല. പ്രിയമുള്ളവർ, അങ്ങനെ കുടുങ്ങിപ്പോകുന്ന കുടുക്കുകളെ തൊട്ട് അള്ളാഹു ഒരു കാവല് തരുമെന്ന് മഹാരഥന്മാർ. അള്ളാഹു അതുപോലെയുള്ള ദുരന്തങ്ങളെ തൊട്ടുള്ള കാക്കട്ടെ, അഭിമാനക്ഷിതം വരുന്നതിനെ തൊട്ടുള്ള കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ പൊതുവായ അദാബിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുന്നില്ല. വലിയൊരു എന്താ പറയാ, ഭൂമിയിലൊക്കെ ഉണ്ടായി, എല്ലാവർക്കും അദാബാണ്. പക്ഷെ അതിന് നിനക്കൊരു കാവലുണ്ടാകും, ഒരു സുരക്ഷിതത്വം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിനക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാളും ഒരല്പം കുറഞ്ഞിരിക്കും. അള്ളൊരു സംരക്ഷണ കവചം നിനക്ക് തീർക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ മറ്റൊന്ന് നേട്ടം, സ്വർഗത്തിൽ ഉന്നതமான സ്ഥാനം കിട്ടും. സ്വർഗത്തിൽ ഉന്നതமான സ്ഥാനം കിട്ടും. അതുപോലെ വേഗത്തിൽ പറഞ്ഞു പോകണം, കുറഞ്ഞ സമയമേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും പറയാനുണ്ട്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ വീട് നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ വാഹനം നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ ഭാര്യ അനുഗ്രഹമാണ്, നമ്മുടെ ജോലി വലിയ അനുഗ്രഹമാണ്. ഈ തന്ന അനുഗ്രഹങ്ങളിൽ ബറക്കത്ത് കിട്ടാനും ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും ഈ ദിക്ർ മതിയായതാണ്.
അതല്ലേ വേണ്ടത്. തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കണം, അതിൽ ബറക്കത്ത് ഉണ്ടാകണം, അതാണ് വേണ്ടത്. അതിന് ഈ അത്ഭുതത്തിന്റെ ദിക്ർ ഈ ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളിൽ എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കോ, നിങ്ങൾക്ക് നേട്ടമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്ഭുതത്തിന്റെ ദിക്ർ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ തന്നെ റിസ്ഖിൽ ബറക്കത്ത് ഉണ്ടാകും. നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്കുള്ള വരുമാന മാർഗ്ഗം ഭർത്താവ് ചിലപ്പോൾ കൊണ്ടുവരുന്നതായിരിക്കും, ചിലപ്പോൾ ഭാര്യ കൊണ്ടുവരുന്നതായിരിക്കും, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കൊണ്ടുവരുന്ന, എന്നാലും തികയണില്ല. പക്ഷെ ഒരു ബറക്കത്തുള്ള റിസ്ഖാണ്. ആ ബറക്കത്തുള്ള റിസ്ഖിന് വേണ്ടി ഈ പറയുന്ന ദിക്ർ ദുൽഹിജ്ജ മാസത്തിൽ എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചൊല്ലിയാൽ റിസ്ഖിൽ ബറക്കത്ത്, കടങ്ങളെ തൊട്ട് കാവല് കിട്ടുമെന്ന് മഹാരഥന്മാർ. അതുപോലെ അള്ളാഹുവുമായിട്ടുള്ള അടുപ്പമുണ്ടാകും. അതല്ലേ നമുക്ക് വേണ്ടത്. അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം, നമ്മുടെ കൽബിൽ അള്ളാഹ് ഉണ്ടാവുക. കൽബുൽ മുഅ്മിനി അർശുള്ള, ഒരു വിശ്വാസിയുടെ കൽബിലാണ് അള്ളാഹ് ഉള്ളത്. അത് ഈ ദിക്ർ കൊണ്ട് ലഭിക്കുമെന്ന് മഹാരഥന്മാർ. അതുപോലെ പൈശാചിക ഉപദ്രവങ്ങൾ നിന്ന് കാവല്, പിശാചിന്റെ ദുർബോധനങ്ങൾ നമുക്ക് ഉണ്ടാകൂല, ദുർചിന്തകളൊന്നും നമുക്കുണ്ടാകൂല. അതുപോലെ സിഹിർ, കണ്ണേറ്, വിളിദോഷം, മനംപ്രാക്ക്, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും ഒരു വലിയ കാവൽ അള്ളാഹു നിനക്ക് തരും. അതുപോലെ അവസാനമായി പറയാൻ തീർന്നില്ല, എന്നാലും നമ്മൾ ഇന്ന് പറയുന്നതിൽ അവസാനത്തെ പറയുന്നത് പരലോക വിജയം. ഖബറിൽ അദാബില്ല, മീസാനിൽ നന്മ തൂങ്ങും, മീസാനിൽ നന്മ തൂങ്ങും, സിറാത്തിൽ മിന്നൽ വേഗത്തിൽ, വലത് കൈയിൽ കിതാബ് നൽകും, അള്ളാഹിന്റെ സ്വർഗം തുറന്നിടും, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം, അള്ളാഹുവിന്റെ അടുപ്പം. ഇതെല്ലാം പരലോക വിജയം ഒറ്റ ഞാൻ ഒരുമിച്ച് അങ്ങ് പറഞ്ഞതാണ്. ഇതെല്ലാം കിട്ടുന്ന അത്ഭുതത്തിന്റെ ദിക്ർ. കേൾക്കണ്ടേ 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 കേൾക്കണമെന്നുള്ള ആഗ്രഹം ഒന്ന് കമന്റ് ചെയ്തേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ചെയ്യാൻ ഭാഗ്യം തരട്ടെ. പറയുമ്പോ ഇതായിരുന്ന ഉസ്താദ് നിങ്ങൾ ഇത്രയേറെ വലിച്ചു നീട്ടിയത് നിങ്ങൾ ചിന്തിക്കണ്ട. ചിലപ്പോ ചൊല്ലുന്നവരായിരിക്കാം, ചിലപ്പോ ചൊല്ലുന്നുണ്ടാവൂല. ഏതാണെന്നറിയോ? കേട്ടോളി. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദൻബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഏതാണിത്? അറിയോ? ഏതാണിത്? കേട്ടിട്ടുണ്ടോ? അറിയാവുന്നത് കമന്റ് ചെയ്തേ. ഏതാണിത്? കേട്ടിട്ടില്ലേ? ഇവിടെ കേട്ടിട്ടുണ്ടല്ലേ? ഒന്നുകൂടെ കേട്ടോ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദൻബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഏതാണല്ലേ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എപ്പോഴും ചൊല്ലാം. ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങൾ ഏറ്റവും ഫലവത്തായ, അള്ളാഹു നമ്മൾ സ്വീകരിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന അത്ഭുതത്തിന്റെ ഇസ്തിഗ്ഫാർ. നമുക്കറിയാം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വലിയ പുണ്യമാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആകുമ്പോൾ നേതാവിനെ തന്നെ പിടിക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തവരാണ്? എണ്ണുണ്ടോ? എണ്ണയില്ല, എണ്ണാൻ കഴിയില്ല. അത്രമാത്രം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ നമ്മൾ ഓരോരുത്തരും. ഇന്നത്തെ പകലിന്റെ കണക്ക് മാത്രം എടുത്താൽ, ഇന്നലെ രാത്രിയുടെ കണക്കൊന്നും എടുത്താൽ തന്നെ എത്ര പാപങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ടാവും. അതിനെല്ലാം അറുതി വരുത്താൻ, അതിനെല്ലാം കാവല് വരുത്താൻ ഈ പരിശുദ്ധമായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ പകർത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയം ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ വീഡിയോ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അൽഹംദുലില്ലാ, ഒരുപാട് പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഉപകരിക്കുന്നില്ലേ? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റണില്ലേ? അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം എന്ന ചാനൽ. ആ ചാനൽ അൽഹംദുലില്ലാ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ലൈവായി തിബ്ബുസലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലി, അദ്ദാദൊക്കെ ചൊല്ലി, മഹാന്മാരുടെ ജീവിത ചരിത്രം പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ്. അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ ബദറിൻ തീരം ഈ മജ്ലിസിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. രാത്രി 9 മണിക്ക്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം. പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദുആരക്കണം. ഇൻഷാ അല്ലാഹ് എന്റെയും ദുആ നിങ്ങളുണ്ടാകും. അള്ളാഹ് കബൂലാക്കട്ടെ. പരസ്പരം ദുആ ചെയ്യുന്നവർ സ്വർഗ്ഗത്തിലാണ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൽ സ്വതക്കയാണെന്നാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. ദുആ വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.